ഹലോ ഗൈസ്, വീട്ടിലിരുന്നിട്ട് വീട്ടമ്മമാർക്കും സ്റ്റുഡൻസിനൊക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഹെയർ ആക്സസറീസ്. അപ്പൊ ഞാനിത് എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് തന്നെയാണ് ഇതും. അപ്പൊ ഞാനിതിൽ എല്ലാ ഹെയർ ആക്സസറീസും ഒന്നും ചെയ്തിട്ടില്ല. സ്ക്രഞ്ചീസും പിന്നെ കുറച്ച് ക്ലിപ്സുകളും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു സ്ക്രഞ്ചീസ് ഒക്കെ ഉണ്ടാക്കാൻ. പിന്നെ അതിന് കസ്റ്റമേഴ്സ് കഴിച്ചുള്ളതും എനിക്ക് ഉപയോഗിക്കാമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഈ ഹെയർ ആക്സസറീസ് അതേപോലെ തന്നെ ഈ സ്ക്രഞ്ചീസ് ഒക്കെ ബിസിനസ് ചെയ്താൽ ഭയങ്കര ലക്ഷങ്ങൾ കിട്ടും എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. നമുക്ക് കുറച്ചൊക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാനിത് ഫുൾ ടൈം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഹെയർ ആക്സസറീസും സ്ക്രഞ്ചീസും ഒക്കെ ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു കാലമാണല്ലോ. ഹെയർ ആക്സസറീസ് ആയാലും സ്ക്രഞ്ചീസ് ആയാലും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമാണ്. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടും. പിന്നെ എനിക്ക് ഓർഡേഴ്സ് കിട്ടിയിരുന്നത് സത്യം പറയാലോ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടിട്ടൊന്നും അല്ല കേട്ടോ. എനിക്ക് ഓർഡേഴ്സ് കിട്ടിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രണ്ട്സ് ഓർഡർ ചെയ്ത് അങ്ങനെ എനിക്ക് ഓർഡേഴ്സ് കിട്ടിയിരുന്നു. പിന്നെ നെയ്ബേഴ്സ്, റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ എല്ലാവരും ഓരോരുത്തരും ഇട്ട് കണ്ടിട്ട് പിന്നെ അത് എവിടുന്ന് അങ്ങനെയൊക്കെ ചോദിച്ചൊക്കെ എനിക്ക് കുറെ ഓർഡേഴ്സ് കിട്ടിയിരുന്നു. ഞാൻ എല്ലാ ഹെയർ ആക്സസറീസും ചെയ്തിട്ടില്ല, സ്ക്രഞ്ചീസും മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിപ്സ് ഞാൻ ഇങ്ങനെ 1-2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. നോട്ട് ദ പോയിന്റ്, സ്ക്രഞ്ചീസും മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഹെയർ ആക്സസറി മൊത്തം ചെയ്തപ്പോൾ അതിനെക്കാട്ടിലും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഹെയർ ആക്സസറീസിന്റെ മെറ്റീരിയൽസ് ഹോൾസെയിലായിട്ട് ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഭയങ്കര ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഭയങ്കര കുറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. ഭയങ്കര ലോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഹെയർ ആക്സസറീസ് ഒക്കെ തുടങ്ങാൻ പറ്റും. പിന്നെ സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു തുണി എടുത്തിട്ട് അതിന്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ തുന്നിയിട്ട് ഒരു എലാസ്റ്റിക് ഇട്ട് ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പോ മെഷീൻ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ തുന്നരിക്കണം. ജസ്റ്റ് ഒരു സൂചി നൂലുണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഹെയർ ആക്സസറീസ് ആണെങ്കിൽ അതിന്റെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ മേടിച്ചിട്ട് ഒക്കെ പടൊപ്പം മേടിക്കരുത്. കുറച്ച് മെറ്റീരിയൽസ് ഭയങ്കര ലോ ഇൻവെസ്റ്റ്മെന്റിൽ കുറച്ച് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ക്ലിക്ക് ആണെങ്കിൽ മാത്രം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് ആൾക്കാർക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ പക്കായിരിക്കണം. അപ്പൊ നമുക്ക് ഓർഡേഴ്സ് ഒക്കെ കുറെ കിട്ടും. ഇത് നമുക്ക് സിമ്പിളായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇത്രയും സിമ്പിളായിട്ട് ഒരു ബിസിനസ് ഇല്ല. അപ്പൊ അത്രയും സിമ്പിളായിട്ട് തുടങ്ങാൻ പറ്റുന്ന പിന്നെ എന്തൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യണം, കഷ്ടപ്പെട്ട് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പൊ ഹെയർ ആക്സസറീസ് അല്ലെങ്കിൽ സ്ക്രഞ്ചീസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാനൊരു താല്പര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നണം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ബിസിനസ്സാണ്. ബിസിനസ്സിലാകുമ്പോൾ അതിൽ നഷ്ടം ഉണ്ടാകും, ലാഭം ഉണ്ടാകും. അത് രണ്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു ബിസിനസ്സിലും ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്ക്രഞ്ചീസ് ഒക്കെ ആകുമ്പോൾ നമുക്ക്, അതുപോലെ തന്നെ ഹെയർ ആക്സസറീസ് ആകുമ്പോൾ നമുക്കിപ്പോൾ ലോസ് ആണെങ്കിലും 1-2 ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ വലിയ മെച്ചമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സ്ക്രഞ്ചീസ് ഒക്കെ ഉണ്ടാക്കുകയാണ്, ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കുകയാണ്, ഒരിക്കലും ഷോപ്പിൽ കൊണ്ടുപോയി വിൽക്കരുത്. അങ്ങനെ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രോഫിറ്റ് കിട്ടില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ സെയിൽ ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ആൾക്കാർക്ക് കസ്റ്റമൈസ്ഡ് ഒക്കെ ആയിട്ട് ഹെയർ ബാൻഡും ഹെയർ ആക്സസറീസ് ഒക്കെ വിൽക്കുകയാണെങ്കിൽ ഒരുപാട് ലാഭമുണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കഴിവ് എന്താണോ അതിനനുസരിച്ചിട്ട്, നമ്മുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു വരുമാനം വഴി കണ്ടെത്തുക വീട്ടിലിരുന്നിട്ട്. ബിസിനസ്സാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം, നോട്ട് ദ പോയിന്റ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.